ഫോണോടെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ല ചൂട് മഴ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റ് അലാറം വെച്ചത് 7 മണിക്ക് 5 മണിക്കാണ്. നേരത്തെ എണീറ്റാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. ഉറക്കം നീ വന്നിട്ടില്ല. നോക്ക് ഇതുണ്ടോ, കിങ്ങിണി അച്ഛനെ കൊടുത്തിട്ടുണ്ടാവും. വയലറ്റ് ബ്രഷ് അല്ലേ ഇത്? അന്നായിട്ടില്ലടാ, അത് അവിടെ നല്ലത് അല്ല. ഇന്നലെ ഇതില് കൊറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, എന്റെ ബ്രഷ് ഇതാണ്. ഞാൻ ഇതിലെ തേക്കല് ഇതാക്കി ഇത് അടയാളമുള്ള ഇതെന്താ ഒരു ചോറും പറ്റോ? ചോറും പറ്റുന്നല്ല. ഇത് അന്ന് അതിൽ ആരോ തേച്ചിക്കണേ. ഇത് ഞാൻ കാര്യം പറഞ്ഞ കടി എന്താ ഉണ്ടാക്കി? മതിയോ? അത് തുറക്കുന്നോ? ചപ്പാത്തി കുട്ടിക്ക് വെച്ചില്ലേന്ന്. എനിക്ക് ചപ്പാത്തി ഇഷ്ടല്ല. അവിടെ പൂച്ചക്കുട്ടിയും കാണില്ല. പൂച്ചക്കുട്ടി അവിടെ പോയെന്ന് അറിയാമോ? ഈ പൽപ്പൊടി ആയിരുന്നാ അമ്മ? ഈ പൽപ്പൊടിയില് ഞാനല്ല പൽപ്പൊടിയിലെ വല്ലേച്ചേ. ഇന്ന് രാവിലെ ആരോ ബ്രേക്ക്ഫാസ്റ്റ് കൈക്കോട്ട് കൊണ്ട് പോത്തുണ്ടായിരുന്നല്ലോ. അവിടെ എവിടെയായിട്ട്? അല്ല അമ്മ ഏത് കൊണ്ട് വല്ലേച്ച? ഇതുകൊണ്ടാ അതോ ബ്രഷ് കൊണ്ടോ? ഞാൻ പല്ലേക്കട്ടെ. പൽപ്പൊടി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പല്ലേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പല്ല് വെച്ചിട്ട് 2 ചെറുപഴം 3 ചെറുപഴം. ഇനി അപ്പോൾ ചപ്പാത്തി ഇഷ്ടം ഉണ്ടാവില്ല, രസം ഉണ്ടാവില്ല. കറിയായോ? പക്ഷേ തണുപ്പല്ല എന്നിട്ട് എനിക്ക് തൊണ്ടവേദന എടുക്കണം. അച്ഛനെടുത്തിട്ടമ്മ അടുക്കളയല്ലേ വൃത്തിയൊന്നും ഉണ്ടാവൂല. പിന്നെ അടുക്കള വൃത്തിയില്ലാണ്ട് എവിടെ നിന്ന് രാവിലെ കൊത്തിയേ? വ്യത്യാസം കാണില്ല. ഇത് ഇവിടുത്തെ പാലും ഇതാക്കി കളഞ്ഞാണോ? പനി ഉണ്ടായില്ലേ എനിക്ക്? എന്തൊരു പനിയായിരുന്നു അറിയാമോ? തിന്ന പാത്രം കൈയൊക്കെ ഉണ്ട്. പായും പുറത്ത് ഞാൻ മടക്കിയൊക്കെ. ഞാൻ ചോറിനായിട്ട് മടക്കി വെച്ചോളും. ചോറിനായിട്ട് മടക്കി വെച്ചോളൂ. ചപ്പാത്തി എനിക്ക് വേണ്ട. തുറക്കാനാണ് വേട്. തുറക്കാറിയില്ലല്ലോ. ഒന്ന് പിടിച്ചാ വെള്ളം കളയല്ലേ? വെള്ളം ആവശ്യമില്ല. ആ ചെരിഞ്ഞ് ഇതാരോ പറ്റി എന്താ പട്ടി വെച്ച സാധനം? പനിയാന്ന് പറഞ്ഞ സ്കൂളിൽ നിന്നൊക്കെ കൂട്ടി കൊണ്ടുവന്നിട്ട് പനിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ചപ്പാത്തി തിന്നൂല കേട്ടോ. ചപ്പാത്തി ഇടയ്ക്ക് ചപ്പാത്തി തിന്നൂല. പിന്നെ ചോറ് പിന്നെ ചൂട് ചോറും ചൂട് കറിയും അത് രണ്ടും ഞാൻ കൂട്ടി തിന്നൂല. വേറെ നീ കറിയാണെങ്കിൽ ഞാൻ തിന്നും. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നില്ല കേട്ടോ രാവിലെ തന്നെ കഴിക്കാൻ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കും അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് കഴിക്കും. അല്ലെ വിശപ്പ് വയറിലെന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് കഴിക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ ആയിക്കൊണ്ടാണ് തോന്നുന്നത്. അധിക ദിവസം ഞാൻ ഉച്ചയ്ക്കല്ല എണീക്കാറ്. രാവിലെ ആയിക്കൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. 2 പഴം നിൽക്കണം. ഇനി ഞാൻ കോഴി ഞാൻ ആ ബാത്റൂം പോകുമ്പോൾ ബാത്റൂം ആ റൂമത്തെ വാലുറക്കുമ്പോൾ
കോഴി ഇങ്ങനെ ഓടി വരുന്ന കാണിച്ചത് കേട്ടോ. പാല് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാൻ വരുമോ എന്തോ ഇല്ല നമുക്ക് നോക്കാം കേട്ടോ. എന്നാ ബാ 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 കോഴീനെ പിടിക്കല്ലേ. പല്ലേച്ചോ? ആ തേച്ചിട്ടില്ല. കയ്യിൽ മൊബൈലാണല്ലോ. ഇങ്ങോട്ട് വന്നിക്കണേ. എങ്ങോട്ടാ എന്താ അങ്ങോട്ട് കയറാ. ചിലപ്പോൾ അങ്ങോട്ട് കയറിയിരിക്കും. ഇങ്ങോട്ടാ. ഗൗതമണി വന്നോട്ടോ. അവിടെ ഫോണോടെ സാംസങ്. എന്നാ ഒന്ന് വിളിച്ചോ. ഞാൻ കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കട്ടെ. അതുപോലെ തന്നെ കോഴി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴിക്ക് കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. കോഴിക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്. അശ്വി നീ അപ്പുറത്ത് വയ്ക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നെ വിളിക്കാം. അപ്പം ഇങ്ങോട്ട് വാ. കുറച്ച് കഴിഞ്ഞ് വരുമോ ഇങ്ങോട്ട്? കുറച്ച് കഴിഞ്ഞ് വാട്ടോ. ആ ശരി. എന്നാൽ ഞാൻ കുളിച്ചില്ല കേട്ടോ. എന്താ അറിയില്ല, കുളിക്കാൻ തോന്നിയില്ല. അവിടെ കുളിച്ചില്ല. ഇന്നലത്തെ ഡ്രസ്സ് തന്നെ ഇന്നുള്ള ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ ഇട്ട ഡ്രസ്സാണ് ഞാൻ ഇന്നിട്ടോ കേട്ടോ. അവിടെ ഞാൻ ആ കോഴി ഇന്നോട്ടെ. അവിടെ ഞാൻ കുളിച്ചില്ല. നമുക്കിന്ന് ജലദോഷം കൊണ്ട് ഞാൻ കുളിക്കാത്ത കേട്ടോ. വേറെ ഒന്നുമല്ല. ശരി ഞാൻ പോയിക്കോ. അത് കിങ്ങിനെയൊക്കെ അവിടെ കളിക്കുന്നു. അത് അവിടെ കളിക്കുക. അവിടെ കളിണ്ട് കിങ്ങിണിയും മണിക്കുട്ടനൊക്കെ. നിന്നെ കൂട്ടാതെ കളിക്കുക. ഇനി നേരെ മരുന്നടിക്കാനുള്ള പമ്പിന്റെ കുറ്റി കൊണ്ടുവരാൻ മലയെ പോണം. അച്ഛൻ മലയെ പോയിട്ട് വരാ. അച്ഛാ മലയെ പോയിട്ട് വരാ. മലയ്ക്ക് ആ ഞാൻ ഒറ്റയ്ക്ക് മറ്റേ പമ്പിന്റെ ഇത്. പക്ഷെ മരുന്നടിക്കണ സാധനം കൊണ്ടുവരേ. അമ്മ ഞാൻ മല പോയിട്ട് വരാ. മറ്റേ മരുന്നടിക്കണ സാധനം മറ്റേ ഇത് കൊണ്ടുവരേ. എൻ്റെ അടുത്ത് അകിൽച്ചേരാന്ന് പറഞ്ഞേ. പോയി ചോദിക്ക്. ഞാൻ പോയിട്ട് വരാം. ഓറഞ്ച് ഉണ്ടാവോ? മറ്റേ ചെടിക്ക് വെള്ളം അടിക്കില്ലേ? വെള്ളം അടിക്കാല്ല, മരുന്നടിക്കില്ല. ഇങ്ങനത്തെ ചെടിക്കൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അതെടുക്കാൻ വേണ്ടി പോകാൻ പറയുന്നുണ്ട്. അത് വെയിറ്റ് ഉണ്ടാവും എന്താ അറിയില്ല. പോയി നോക്കിയാൽ എന്താ അറിയും. മറ്റേ ബാഗ് പോലത്തെ സാധനം ഇരിക്കും. എന്താ എനിക്കറിയില്ല. അതാ പോകുന്ന വഴി മൊത്തം കുരങ്ങാണല്ലോ. അപ്പം മേത്തേക്ക് ചാടും അത്. ഓക്കെ മേത്ത് ചാടിയ കഴിഞ്ഞ്. മേലേക്ക് നോക്കണ്ട. അത് മൂത്രശീല തൊള്ളയ്ക്കാവും. മേലേക്ക് നോക്കിയാൽ താക്കി നോക്കി കിടക്കലായിരിക്കും സേഫ്. സംഭവം സ്ഥലം എത്താണ് ഇരിക്കണേ. അതിൻ്റെ പൈതി വഴിക്കാണെങ്കിൽ കുരങ്ങനെ കണ്ടതാ. ഇതോ ഈ മരത്തിൽ കുഞ്ഞാവിടെ സ്കൂളിൽ പോയോ? അപ്പോൾ അവിടെ പോയിട്ട് സാധനം കൊണ്ടതാവോ കൂടുങ്ങല്ലേ. സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വെയിറ്റ് ആണ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര വെയിറ്റ് കുറവായിരിക്കും. ഞാൻ തോളത്ത് ബാഗ് ഇട്ടുകൊണ്ടിരാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നാ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈ പിടിച്ചോണ്ടിരാൻ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നു. ഇതിൽ മരുന്ന് ഇറക്കി അവിടെ അടിക്കുക, കാര്യങ്ങൾ എല്ലയൊക്കെ കരിച്ചിട്ടിട്ട് അങ്ങനെ സെറ്റാക്കുക. ഇപ്പോൾ ഒരു 12:45 ഉണ്ട്. അപ്പോൾ ഇത് പിടിച്ച് തൊട്ട് താഴെത്തിരിക്കണേ. അതിനിപ്പോൾ മഴ ഉച്ച കഴിഞ്ഞാൽ എന്തായാലും മഴ പെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ് തോന്നുന്നത്. ആകാശം കുറച്ച് മൂടി കിടക്കുന്നുണ്ട്. വെയിൽ പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത വെയിലുണ്ട്. എന്നാലും വെയിൽ കുറവൊന്നുമില്ല. കുറവില്ല വെച്ചാൽ ഈ സമയത്തുള്ള സാധാരണ വെയിൽ പോലെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് വെയിൽ കൊണ്ട് അടിക്കുന്നില്ല എന്നുള്ളൂ, ചൂടുണ്ട്. ഇപ്പോൾ ഇതും കൊണ്ട് നേരെ വീട്ടിൽ പോകണമല്ലോ. നമ്മളിപ്പോൾ കുറ്റി അവിടെ കൊണ്ടുവച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിക്ക് എന്ത് വെയിറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് നടന്നപ്പോൾ ഉണ്ടല്ലോ. നടന്ന് ഇവിടെ എത്തിയപ്പോൾ കൈ ഈ ഭാഗം നല്ല വേന. പക്ഷെ അധികം വെയിറ്റ് ഉണ്ട്. അധികം വെയിറ്റ് ഇല്ല, എന്നാലും ഒരു ഇത്തിരി വെയിറ്റ് ഉണ്ട്. അതിനടുത്തോടെ നിൽക്കണേ അവിടെ വീട്ടിൽ വെച്ചിരിക്കണേ.
ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗെയിം കളിച്ച് കേട്ടോ. അപ്പോഴാണ് സാമേനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ മൊബൈലൊക്കെ ഇറക്കിയിരിക്കണേ. ഇതാ പുതിയ ഓപ്പോൻ്റെ മൊബൈലൊക്കെ ഇറക്കിയിരിക്കണേ. നല്ല സെറ്റ് ആയിക്കാണ്. അപ്പോഴാണ് എന്നെ വിളിച്ച്. ഇവിടെ കയറുമ്പോൾ അതിൻ്റെ വ്യൂ ഉണ്ടല്ലോ, ആ മലേൻ്റെ വ്യൂ ആണ് കലക്കിയത്. കുറച്ച് ഞാൻ മഴ ആകെ ടാസ്ക്കായി കിടക്കുക. എന്തായാലും ഇപ്പോൾ നല്ല ചൂട്, മഴക്കാറുണ്ടെങ്കിലും അത്യാവശ്യം ചൂട് തന്നെ ഉണ്ട് അല്ലേ സമയം. ഞാൻ 30 ഷർട്ടൊക്കെ ഊരിയിട്ട് നിൽക്കണ്. ഞാൻ നല്ല ഗെയിം കളിച്ചിരിക്കുക. മെല്ലെ ഇവിടെ നിന്ന് കോൾ ചെയ്യണ്. പുതിയ നമ്പറൊക്കെ ആണ്. എന്താ ഞാൻ ഇത് ചെക്കെന്ന് വിളിച്ചു കഴിയുമ്പോൾ സംഭവം മൂപ്പര് ഇങ്ങോട്ട് വരെ എന്താ മൊബൈലെന്താ ശരിയാക്കാൻ വേണ്ടി വിളിച്ചാൽ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുക, കാലും കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ വ്യൂവും കണ്ട് ഇങ്ങനെ ഇരിക്കുക. അതാട്ടോ എൻ്റെ വീട്. അതെൻ്റെ വീട്. അപ്പോൾ തയ്ക്കാൻ വേണ്ടി ഈ തുണിയൊക്കെ ഇനി എടുത്ത് വെക്കണം. ഞാൻ മേലെ തയ്ക്കാൻ വേണ്ടി മഴയുള്ള ഇപ്പോൾ മഴയും തോന്നണേ. കറമയെ നല്ല മുടി കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് തുണി കുറച്ച് എടുത്ത് വെക്കണം. ഇവിടുന്ന് മുണ്ട് ഇട്ടിട്ട് അവിടുത്തെ മുണ്ട് വരാനുണ്ട്. ഉണങ്ങിയും കാരണം ഉറുമ്പാണ്, ഫുള്ള് ഉറുമ്പായിരിക്കും. പക്ഷേ ഇതെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.